ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ചെറുതായിട്ടുണ്ടാവാം. പക്ഷേ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ബയാസ് കാണാനാണ് ചാൻസസ് കൂടുതൽ. അമേരിക്കയിൽ ഇന്ന് ജാക്സൺ ഹോളിൽ US ഫെഡിൻ്റെ ചെയർമാൻ ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് സെപ്റ്റംബറിൽ എത്ര കണ്ട് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സെപ്റ്റംബർ മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. 0.5% ആണോ 0.25% ആണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഇവൻറ്റുകൾ തന്നെയാണ് അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോബ്ലെസ് ക്ലെയിം കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷനാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ എക്കണോമിയിൽ ചെറുതായിട്ടുള്ള വീക്ക്നെസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് എല്ലാവരും കൺഫേംഡ് ആണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൺഫേംഡ് റേറ്റ് കട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ $2,525 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തതും ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും $77.15 പെർ ബാരലിനാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും Q1 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കാം ഒരു ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സും തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ സബ്സിഡറി ഉണ്ട് കല്യാണി പവർ ട്രെയിൻ ലിമിറ്റഡ്. അതിൽ സ്റ്റേക്ക് എടുക്കുകയാണ്. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഓൾറെഡി ഉള്ള ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. റെയിൽ ടെലിന് 52.66 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട് UP പോലീസ് റിക്രൂട്ട്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിൽ നിന്നാണ്. ഒപ്പം ഗെയിൽ പെട്രോൺ സൈൻടെക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയായിട്ടൊരു JV വരെയാണ്. ബയോ ഇതിലും പ്ലാന്റ് ഇന്ത്യയിൽ നിർമ്മിക്കാനാണ്. ബയോ ഇതിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഥനോളിൽ നിന്നാണ്. ഗെയിലിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. വിപ്രോ ജോൺ ലെവീസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടൊരു MOU വന്നിട്ടുണ്ട്. ജോൺ ലെവീസിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ജെയിൻ ഇറിഗേഷൻ പുതിയ ഒരു ഡിസീസ് റെസിസ്റ്റൻറ്റ് കോഫി പ്ലാന്റ് റിലീസ് ചെയ്യാൻ പോവാണ്. കോഫി ബോർഡായിട്ടൊരു MOU ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജെയിൻ ഇറിഗേഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പവർ മെക്ക് 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറൈൻ ഇലക്ട്രിക്കൽസ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. കുമിൻസ് ഇന്ത്യ ആയിട്ടാണ് മറൈൻ നേവി ഷിപ്പുകൾക്കുള്ള പമ്പുകൾ ഉണ്ടാക്കാനാണ്. തീർച്ചയായിട്ടും മറൈൻ ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം ധാരാളം പോസിറ്റീവ് ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നൊരു കമ്പനിയും കൂടിയാണ്. ഈ ന്യൂസും മറൈൻ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. NSEയിലാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം അഡാനി പവർ ലാംഗോ അമർകാന്തക് പവർ പ്രൊജക്റ്റ് ഉണ്ട് ഛത്തീസ്ഗഡിൽ. ബാങ്ക്രപ്സി കോർട്ടിൽ കൂടെ അഡാനി സ്വന്തമാക്കിയിരിക്കുകയാണ്. 600 മെഗാവാട്ട് തെർമൽ പ്ലാന്റ് ആണ്. ഫർദർ എക്സ്പാൻഷൻ വരുന്നുണ്ട്. 1320 മെഗാവാട്ടിൻ്റെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പവർ ജനറേറ്റിംഗ് കമ്പനികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അഡാനി ലീഡ് ചെയ്യാണ്. 15,850 മെഗാവാട്ട് കപ്പാസിറ്റി ഇപ്പോൾ ഓൾറെഡി അഡാനിക്ക് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അഡാനി പവറിനെ സംബന്ധിച്ച്. ധാരാളം പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരുന്ന ഒരു കമ്പനിയും കൂടിയാണ് അഡാനി. ഒപ്പം അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ചെറുതായിട്ടുള്ള സ്റ്റേക്ക് സെയിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ടോട്ടൽ ഡെറ്റ് ലെവൽ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അംബുജ സിമെൻറ്റിൽ അഡാനി ഗ്രൂപ്പ് 2.6% സ്റ്റേക്ക് വിൽക്കുന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റേക്ക് സെയിലൊക്കെ അഡാനിയുടെ ഡെറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡ് ക്ലോസിംഗ് ആണ്. ഒപ്പം അമേരിക്കയിലെ ജാക്സൺ ഹോളിൽ ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗ്ലോബലി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇവൻറ്റുകളൊന്നും തന്നെ ഇന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറാനുള്ള ചാൻസാണ് കൂടുതൽ. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്കറിയാം. CDSൽ 1:1 ബോണസ് റെക്കോർഡ്
ഡേറ്റ് നാളെയാണ്. അത് 3000 ക്രോസ് ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. എക്സ് ബോണസ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ CDSൽ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ ഫർദർ നമുക്കൊരു ഫ്യൂവൽ നൽകാൻ പോകുന്നത്. CDSനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ DP അഡീഷൻസ് കൂടുകയാണ്. ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ഡെപ്പോസിറ്ററി ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റി കൂടുന്നതൊക്കെ CDSലിന് ലോങ് റണ്ണിൽ നല്ലതാണ്. ബോണസിന് ശേഷം CDSൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുക. അതോടൊപ്പം തന്നെ ഞാൻ പല പോഡ്കാസ്റ്റുകളിലും സൂചിപ്പിച്ച പോലെ ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള പൊസിഷനുകളിൽ നിന്ന് കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കാനുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.